ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്ന സുന്ദരി ചേമ്പ് എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് പറയാമെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ ഇതിന് സുന്ദരി ചേമ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഇലയും തണ്ടും അരിഞ്ഞിട്ട് ചീര കറി വെക്കുന്ന പോലെ കറി വെക്കാം. വളരെ ഹെൽത്തി അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് ഈ സുന്ദരി ചേമ്പ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പം നമുക്ക് പ്രകൃതി നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് കഴിക്കാനുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ പ്രകൃതി ഓരോ സീസണിലും നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചക്ക, മാങ്ങ, കപ്പ, അതുപോലെ തന്നെ പച്ചക്കറികൾ, ചേന, ചേമ്പ്, കാച്ചിൽ എന്നിവ തൊട്ട് എല്ലാ സാധനങ്ങളും നമുക്ക് പറമ്പിൽ നിന്ന് നമുക്ക് കൃഷി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒരു മഴ കിട്ടിയപ്പോൾ അന്നേരം ഞാൻ പോയി എടുത്തതാണ്. അതിൻ്റെ വെള്ളമൊക്കെ കണ്ടില്ലേ നന്നായിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മളിതെല്ലാം പറിച്ച് കഴുകിയെടുത്ത് ചേമ്പിൻ്റെ ഇലയും തണ്ടുമൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുക്കണം. അപ്പോൾ അതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഉള്ളി അരിഞ്ഞിട്ടു. ഇനി നമ്മൾ അതിനാവശ്യമായിട്ടുള്ള പച്ചമുളകും, കാന്താരിയാണേ, വെള്ളക്കാന്താരിയായിരുന്നു. അപ്പം വെള്ളക്കാന്താരി നമ്മൾ അരിഞ്ഞ് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങ ചിരകിയതാണ്. അപ്പോൾ തേങ്ങ ചിരകിയത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊരു ചീനിച്ചട്ടി തീയലിട്ട് വെക്കാം. അപ്പം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ തേങ്ങയും എല്ലാം നമുക്കിതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം. അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് മൂടി വെച്ചൊന്ന് 2 മിനിറ്റ് നമുക്ക് ഒന്ന് വേവിക്കാൻ വെക്കാം. അപ്പം ഞാനിത് ഇങ്ങനെയുള്ള ഇലക്കറികൾ കറി വെക്കുമ്പോൾ ചീര, മുരിങ്ങയില, ചേമ്പിൻ്റെ ഈ സുന്ദരി ചേമ്പ് കറി വെക്കുമ്പോഴൊന്നും ഞാൻ സാധാരണ കറിവേപ്പില ഇടാറേ ഇല്ല കേട്ടോ. അങ്ങനെയുള്ള കറികൾക്കൊന്നും ഞാൻ കറിവേപ്പില ഉപയോഗിക്കാറില്ല. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് മൂടി വെച്ചിട്ട് പയ്യെ 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടെ തുറന്ന് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. 2 മിനിറ്റൊക്കെ ആയി. ഇതിന് അധികം വേവൊന്നുമില്ല. ചീരപ്പറ തന്നെയാണ്. നമുക്ക് വെള്ളം ഒഴിക്കുകയോ കാര്യങ്ങളൊന്നും വേണ്ട. അതിൻ്റെ അകത്ത് ഇലയിലൊക്കെ അതിൻ്റെ അകത്ത് വെള്ളമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തോർന്ന് വന്നോളും. അപ്പം നമ്മൾ ഒന്നുകൂടി ചെറുതായിട്ടൊന്നുകൂടി മൂടി, അതിൻ്റെ വെള്ളം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ചെറുതായിട്ട് ഒന്നുകൂടി മൂടി വെച്ചു. അപ്പം മൂടിയൊക്കെ തുറന്നിട്ട് വീണ്ടും നമ്മളൊന്നുകൂടി ഇളക്കിയതും ഒക്കെ ഒന്ന് അതിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് പയ്യെ ഒന്നുകൂടി ഇളക്കുവാണേ. അപ്പം നമ്മുടെ അങ്ങനെ സുന്ദരി ചേമ്പിൻ്റെ തോരന് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. കണ്ടില്ലേ, കാണാൻ തന്നെ എന്നാ രസം. പക്ഷേ എനിക്ക് ചീരത്തോരനേക്കാളും ഇഷ്ടം ഈ സുന്ദരി ചേമ്പ് തോരൻ കറി വെച്ച് തിന്നുമ്പോഴാട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. അത്ര തന്നെ ടേസ്റ്റിയും അതുപോലെ തന്നെ നമുക്ക് വയറിലൊക്കെ ചെറിയ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് ഈ ചേമ്പ്. അങ്ങനെയുള്ള ചേമ്പിൻ്റെ ഇലകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രകൃതിയിൽ നമുക്ക് നമ്മുടെ ചെറിയ പ്രശ്നങ്ങൾക്കുള്ള എല്ലാ മരുന്നുകളും നമുക്ക് പ്രകൃതി തന്നെ കനിഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളത് ഉപയോഗിക്കുന്നില്ല, അത് മാത്രം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.